വെൽക്കം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിഹേഴ്സൽസ്, പിന്നെ കുറച്ച് നടത്തം, കുറച്ച് സംസാരം, ഇതൊക്കെയാണ് ഈ വ്ളോഗിൽ. ഞങ്ങളുടെ ആനുവൽ ഡേ വരെയാണ്, അതുകൊണ്ട് തന്നെ റിഹേഴ്സൽസ് എല്ലാം അതിൻ്റെ ദ്രുതഗതിയിൽ നടക്കുന്നു. തണുപ്പാണെങ്കിലും സൂര്യൻ്റെ ഊർജം കിട്ടാനായിട്ട് ഒരു കുട്ടി നടത്തം. ഈ വീട്ടുകാർ ഫെൻസിന് പകരം മരങ്ങളങ്ങ് നട്ടുപിടിപ്പിച്ചു. അതൊരു ഫെൻസായി. നല്ല ഭംഗിയല്ലേ? സാധ്യ വെയിലായിട്ട് തോന്നണല്ലേ, പക്ഷെ നല്ല തണുപ്പുണ്ട്. മെയിലുണ്ടാവേണ്ട തണുപ്പല്ല, പക്ഷെ തണുപ്പുണ്ട്. എന്ത് ചെയ്യാനാ? ഞാൻ കാണിച്ചു തരാം കത്തിജ്വലിച്ച സൂര്യനെ. എന്താ ഭംഗിയല്ലേ? പക്ഷേ വെയിലിൻ്റെ ചൂടും തണുപ്പും രണ്ടും ഒരുമിച്ചാവുമ്പോൾ തണുപ്പാണ് കൂടുതൽ. ഒന്ന് കണ്ട ക്രാബ് ആപ്പിളാണ്. മുഴുവൻ ഇലയായി, പൂവൊക്കെ പോയി. ഞാൻ റോസ് ട്രിം ചെയ്ത ശേഷം എന്താ ഇല്ലാത്ത ഇലകൾ വന്നു, തളർത്തു. അതിൻ്റെ മുകളിലിരുന്നിട്ടാണ് ഫോണൊന്ന് ഫോക്കസ് ചെയ്തേ ഉള്ളൂ. ആ മോർണിംഗ് ഡാവിൽ ഉടനെ അത് പറന്നു പോയി. നല്ലൊരു മേപ്പിൾ ട്രീ. ഇതും അതെ, ഒരു ബ്യൂട്ടിഫുൾ മേപ്പിൾ ട്രീ. കണ്ടാലും മുകളിലത്തെ സീഡ്സ് മുഴുവൻ. കേൾക്കാമോ കിളികളുടെ ശബ്ദം? ചവടെടുക്കുന്ന ദിവസമാണ്, ഗാർബേജ് പിക്കപ്പ് ഡേ ആണ്. അതുകൊണ്ട് എല്ലായിടത്തും ട്രാഷ് ബിൻ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മോൻ്റെ പെറ്റാണ്. അവന് പീനട്ട് അലർജി ഉണ്ടെന്ന് വെച്ച് ഇത്രയും നാൾ കൊടുത്തില്ല. ഇപ്പോൾ അലർജി ഇല്ല എന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവനിപ്പോൾ കഴിക്കാം. അത് എൻജോയ് ചെയ്യുന്ന രംഗമാണിത്. അവനിപ്പോഴും പീനട്ട് ബട്ടർ സേവർ ചെയ്യാം. ക്യൂട്ടി പൈസ് എന്ന് ഞാൻ വിളിക്കുന്ന ഏറ്റവും ജൂനിയർ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സായിരുന്നു. ഒരു ചെറിയ റൗണ്ട് നടത്താം. ഇന്ന് നല്ല സണ്ണിയായ ദിവസമാണ്, കാറ്റുമുണ്ട്, പക്ഷേ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ 2 ലെയർ ഇട്ടിരിക്കുകയാണ്, എന്നിട്ടും തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. ആ മേപ്പിൾ ട്രീയുടെ സീഡ്സ് കണ്ടോ, ചെറിയ വീണിരിക്കുന്ന. ശരിക്കും ആർട്ട് വർക്കിനൊക്കെ യൂസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ. ഒരു ആർട്ടിസ്റ്റിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു. ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്രയും കാറ്റുണ്ടെന്ന്. എന്തുമാത്രമാണ്! ഇത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ സമയത്ത് ഞാൻ ഇറങ്ങി നടക്കില്ലായിരുന്നിരിക്കാം, അതായിരിക്കും കാണാത്തത്. എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാരൊക്കെ പറയും ഇപ്പോഴത്തെ പെൺകുട്ടികളതൊക്കെ ശരിയല്ല, അവരൊക്കെ സ്വന്തം കാര്യം മാത്രമാണ്. എന്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഒന്നും നമുക്ക് ജനറലൈസ് ചെയ്തങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം തന്നെ കാലം മാറി. പണ്ട് അടുക്കളയിൽ ജോലി മാത്രം ചെയ്തിരുന്ന ഒരു സ്ത്രീയല്ല ഇന്ന്. ജോലിക്ക് പോയി തിരിച്ചു വന്ന് അടുക്കള ജോലി ചെയ്ത് കുട്ടികളെ നോക്കി. പല ഹസ്ബൻഡ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. എന്നാലും ആരുടെയാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി? അതൊരു സ്ത്രീയുടെ തന്നെയാണ്, ഒരു വീട്ടിലെ ഗൃഹനാഥയ്ക്കാണ്. ഈ മരത്തി എന്നുള്ളതാണ് ഇത് മുഴുവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അതെ, അതിൻ്റെ മുകളിൽ ഇപ്പോൾ സീഡ്സ് ഒന്നുമില്ല, എല്ലാം താഴെ. ഞാൻ നടക്കുന്നതിൻ്റെ തൊട്ട് പുറകിലത്തെ വീട്ടിൽ ഒരു ഗരാസിൽ നടക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത നമുക്ക് എന്തായാലും കളയണം എന്നുള്ള സാധനങ്ങൾ ഡൊണേറ്റൊക്കെ ചെയ്യുന്നതിന് പകരം ആൾക്കാർ ഗരാജിൽ വെച്ചിട്ട് പുറത്തൊരു ബോർഡ് വെക്കും, കാരണം ഗരാസിയിലാണ്. പിന്നെ ഇവിടുന്ന് ദൂരെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ വെക്കും, മെയിൻ റോഡിൽ ഇങ്ങനെ ഈ വീടിൽ ഗരാസിയിലുണ്ടെന്നൊരു ബോർഡ്. അപ്പം നിറയെ ആൾക്കാർ വരും, പാഞ്ഞെത്തിക്കുള്ള ആൾക്കാർ, ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ അവിടെ ഒരു 10 കാറുണ്ട്. അത്രമാത്രം സാധനങ്ങളൊന്നും ഇല്ല കണ്ടിട്ട്, പക്ഷെ അങ്ങനെയാണ്, മിക്ക സാധനങ്ങളും പോവും. അപ്പോൾ അത് സൗകര്യമല്ലേ, നമുക്ക് എടുത്തുകൊണ്ട് പോയി ഒരു ഗുഡ് വിൽ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും.
ഈയിടയ്ക്ക് ഒരു വീട്ടിൽ എന്തോ ഒരു സെയിൽ വന്നു. അപ്പോൾ ആ വീട്ടിലുള്ള പെയിൻറ്റിങ്സും എല്ലാ സാധനവും വാങ്ങിക്കാനായിട്ട് നമുക്ക് കാറ് കൊണ്ടുപോകാൻ വയ്യ, അത്രമാത്രം ആൾക്കാരാണ് വരിക. സോ അതിവിടുത്തെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ മടിക്കും. ആ ഒരു ബോർഡ് വെച്ച് ആ ദിവസം മുഴുവൻ ഇരുന്ന് അതിനേക്കാളും നേരെ ഗുഡ്വിൽ സ്റ്റോറിലും കൊണ്ട് കൊടുത്താൽ പോരെ. അവിടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും വന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ ഗുഡ്വിൽ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സാധനത്തിൽ നിന്ന് അവർ സോർട്ട് ചെയ്ത് നല്ല സാധനങ്ങൾ എടുത്തിട്ട് അത് വിൽക്കാൻ വെക്കും. ഇപ്പോൾ ഞാൻ തന്നെ എനിക്കിപ്പോൾ ഒരു ഗാർഡനിങ്ങിൻ്റെ ഒരു സാധനമുണ്ട്. കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും ചിലപ്പോൾ വളരെ തുച്ഛമായ വിലയിൽ കിട്ടും. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അറേഞ്ച്മെൻറ്റ്സാണ് അമേരിക്കയിലുള്ള, തീർച്ചയായിട്ടും. എന്തൊരു ഭംഗിയുള്ള കളറല്ലേ, എന്ത് രസമാണ് ഈ കളറ്, ഭയങ്കര ഭംഗി, നല്ല രസമുണ്ട്. ഈ ഭയങ്കരം പറയരുതെന്ന് വിചാരിക്കും, പക്ഷെ എപ്പോഴും വരും മനസ്സിൽ, വായിൽ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പിക്കുന്നില്ല. ഇത് രസമാണ്, കോൺട്രാസ്റ്റ് നോക്കും. ഗ്രീനും ലൈറ്റ് പിങ്കും ഒരു ചെറിയൊരു ഗ്രേയും. എന്താ ഭംഗി. ഇങ്ങോട്ട് വന്നത് പെൺകുട്ടികളെ പറ്റിയാണ്. ഇക്കൊല്ലം ഞാൻ 24 വർഷം കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഭരതനാട്യം പഠിപ്പിച്ചു തുടങ്ങിയിട്ട്. എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് പഠിപ്പിക്കുക എന്നുള്ളത്, ഭരതനാട്യം. നല്ല ഗുരുക്കന്മാരത്തൊക്കെ പഠിച്ചെങ്കിലും പഠിക്കുന്നത് വേറെ, പഠിപ്പിക്കുന്നത് വേറെ. പക്ഷേ എന്തോ എൻ്റെ തലയിൽ എഴുതിയിരുന്നു കൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കത് വിടാൻ തോന്നിയില്ല, വിട്ടില്ല. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഹെൽപ്പും സാക്രിഫൈസും കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി. ചെറിയ സ്കൂളൊക്കെയാണ്, ചെറിയ സ്ഥലമാണെങ്കിലും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എല്ലാ തരത്തിലും. അത് എനിക്ക് തീർച്ചയുണ്ട്. ശരിയാണ്, എനിക്ക് കുറേ, ഞാൻ IT തന്നെ ആയിരുന്നെങ്കിൽ എത്രയോ എനിക്ക് സമ്പാദിക്കാമായിരുന്നു. ചിലപ്പോൾ ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കില്ലായിരുന്നു. എന്നാലും ഞാൻ പറയാം, ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, ജോലി ഇല്ലേന്ന് ചോദിച്ചാൽ ജോലിയില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ പഠിപ്പിക്കൽ. എന്നുവെച്ചാൽ ഫുൾ ടൈം അതിൻ്റെ പുറകെ തന്നെയാണ് വീട്ടിലത്തെ കാര്യം ചെയ്യുമെങ്കിലും. പക്ഷേ നമ്മൾ ഈ വൈകിട്ടുള്ള 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ പല കാര്യങ്ങളുണ്ട്. കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. പ്രിൻസിപ്പിൾസ് ഇല്ലാത്തവർക്കാണ് ഏറ്റവും എളുപ്പം. കാരണം എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും പൈസ വാങ്ങിക്കാം, എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പഠിപ്പിക്കുമ്പോൾ അത് വേറെ ടെൻഷൻ. നമ്മുടെ ആൾക്കാർ ശരിക്കും കാറ് പാർക്ക് ചെയ്തില്ലെങ്കിൽ ടെൻഷൻ, കുട്ടികളെ സമയത്ത് വിളിക്കാൻ വന്നില്ലെങ്കിൽ ടെൻഷൻ, അങ്ങനെ പല പല ടെൻഷൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. എന്താ പറയുക, ഇവിടെയും വേറൊരു കരാച്ചയിലവിടെ നിർത്തണോ, കുറച്ച് സാധനങ്ങളുള്ളൂ. ഞാനിങ്ങനെ നടക്കുമ്പോൾ നോക്കുകയായിരുന്നു. ഒരു ടോസ്റ്റർ, കോഫി മേക്കർ, ഒരു ബ്ലാങ്കറ്റ്, പിന്നെ എന്തൊക്കെയോ ചെറിയ ബോൾസ്, അങ്ങനെ എന്തൊക്കെയോ ഇരിക്കണം. അപ്പോൾ ഗരാജിന് തൊട്ട് മുമ്പിലാണ് വയ്ക്കുക, അകത്ത് തന്നെ വയ്ക്കാതെ പുറത്തോട്ട് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുമല്ലോ. അങ്ങനെയൊക്കെ അവിടെയും 8 കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പെൺകുട്ടികളെ പറ്റിയിട്ട്. നമുക്ക് ഒരു ജനറലൈസേഷനേ പറ്റില്ല. എല്ലാ കാലത്തും എല്ലാ ആണുങ്ങളും മോശമായിരുന്നില്ല, എല്ലാ കാലത്തും എല്ലാ സ്ത്രീകളും നല്ലതൊരുമല്ല. അപ്പോൾ അതിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ട്. എല്ലാത്തിനെയും മുതലെടുക്കാനായിട്ട് ആണുങ്ങളിലും ഉണ്ട്, പെൺകുട്ടികളിലും ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി അതിലൊരു പ്രൊപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളാണ് കൂടുതൽ മുതലെടുക്കുന്നത്, പണ്ടും ഇപ്പോഴും. പിന്നെ ഈ പ്രായമായ ആൾക്കാർ പറയുന്ന സെൻറ്റൻസ് അത് ഹേർട്ട് ചെയ്യും. കാരണം എന്താ പറയുക, എനിക്കറിയാം, ഞാൻ ഇത്രയും കൊല്ലം പഠിപ്പിച്ചതുകൊണ്ട് ആദ്യത്തെ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ സ്ത്രീകളായി ജോലി ചെയ്യാൻ തുടങ്ങി. അതിൽ കുറച്ച് പേരെങ്കിലും അമ്മമാരായി, കല്യാണം കഴിച്ച അമ്മമാരായി. അപ്പോൾ എനിക്ക് അത് മനസ്സിലാവില്ലേ, അവരൊക്കെ എത്ര നല്ല കുട്ടികളാണെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് പേടിയാണ്. അത് പെൺകുട്ടികൾക്കും പേടിയാണ്, ആൺകുട്ടികൾക്കും പേടിയാണ്. കല്യാണം എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റായി. പണ്ടങ്ങനെയല്ല. ഞാനുൾപ്പെടെ എല്ലാവരും ചോദിച്ചാൽ ഈ സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം, ശരി, കണ്ടുപിടിച്ച് തരും, ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിക്കും. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം കഴിക്കണം. എൻ്റെ അമ്മയുടെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ. എൻ്റെ അമ്മയുടെയും ഒക്കെ, എൻ്റെ ഹസ്ബൻഡ് അവിടെ ആണെങ്കിൽ അവരുടെ അമ്മയുടെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കണ്ടുപിടിച്ച് തരും, കല്യാണം കഴിച്ചോളാം. അതാണായാലും പെണ്ണായാലും. ആണുങ്ങൾക്കും ഇതുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജനറേഷൻ ആയപ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് കുറച്ച് കുടുംബങ്ങളിൽ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, കണ്ടുപിടിച്ച് തരും, കല്യാണം കഴിച്ചോളാം.
ഞങ്ങളെ പോലെ കുറച്ച് പേർക്ക് ഭാഗ്യം കിട്ടി, കണ്ടുപിടിച്ച് വരും, ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ വേറെ നോക്കാം. അങ്ങനെ അവിടം വരെ എത്തി. അടുത്ത ജനറേഷൻ ആയപ്പോൾ എന്താണ്, പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടുപേരും സമ്പാദിക്കുന്നു. അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. അവർ പറയാൻ തുടങ്ങി, നിങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ആളെ ഞങ്ങൾ കണ്ണും അടച്ച് കല്യാണം കഴിക്കില്ല. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിക്കാം, അതും തെറ്റില്ല. ഞാൻ സമ്പാദിക്കുന്നത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചിലവാക്കും, സേവ് ചെയ്യേണ്ടടുത്ത് ഞാൻ സേവ് ചെയ്യും, അതിനും തെറ്റില്ല. പിന്നെ സ്വന്തം കാര്യം നോക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കുന്നത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളരെ നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് എൻ്റെ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ചില ആൾക്കാരുണ്ട്, അവർക്ക് വളരെ സെൻസിബിളായ പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറയുന്നത്. സെൻസിബിളായ, എഡ്യൂക്കേറ്റഡായ, സ്വന്തമായി ജോലിയുള്ള, നമുക്ക് വരാൻ പോകുന്ന ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായിട്ടുള്ള കുട്ടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ പെൺകുട്ടികളും മോശമാണെന്നോ എല്ലാ ആൺകുട്ടികളും മോശമാണെന്നോ പറയുന്നതിൽ ഒരർത്ഥമില്ല. പുതിയ ജനറേഷൻ മാത്രമാണ് മോശം എന്ന് പറയുന്നതും അതിനേക്കാളും വലിയ തെറ്റ്. നമ്മളാണ് അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളടുത്തും പറയും, ദയവ് ചെയ്ത്, ഞാനൊരു ടീച്ചറും കൂടിയാണ്, നിങ്ങൾ പോയി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പേര് വരുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനമ്മമാർക്കും കൂടിയാണ്. അതൊക്കെ ഞാൻ പറയാറുണ്ട്. നമുക്ക് പറയാനല്ലേ പറ്റൂ. അഗൈൻ എല്ലാത്തിനും ലിമിറ്റില്ലേ. ഇതാ നോക്കൂ, അടുത്ത മേപ്പിൾ ട്രീയുടെ, എൻ്റെ ഫേവറേറ്റ് കളർ മേപ്പിൾ ട്രീയുടെ സീഡ്സ്. ഇതുപോലെ ഇത് മുഴുവൻ തന്നെ മെത്ത, ശരിക്കൊരു മെത്തയാണ്. ശബ്ദം കേൾക്കാമല്ലേ, നടക്കുന്നു കിറി 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 കിറി. ആ എന്ത് രസം, ക്യൂട്ടായിട്ടുണ്ട്, സോ ക്യൂട്ട്. ഞാനൊരു ടീച്ചറായ ശേഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ കൂടുതലായി കാണുന്നൊരു കാര്യം മെൻ്റൽ ഹെൽത്ത്. ഈ 12, 13, 14, 15 ആ ഒരു ടീനേജ് ഇയേഴ്സിലോട്ട് കയറുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് പല പല പ്രശ്നങ്ങളാണ്. ആൾക്കാർ പറയുന്നു, അതിനെപ്പറ്റി പഠിച്ച ആൾക്കാർ പറയുന്നു പാൻഡമിക് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന്. അറിയില്ല, നമുക്ക് വേറൊരു വീഡിയോയിലായാലോ അതിനെപ്പറ്റി. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വെതർ എൻജോയ് ചെയ്യാണ്. സമയം കഴിയും തോറും വെയിലിൻ്റെ ശക്തി കൂടുന്നു, തണുപ്പിൻ്റെ ശക്തി കുറയുന്നു. അപ്പോൾ അത് എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു നടത്തം. ഞാനെന്തോ ഒറ്റയ്ക്ക് നടക്കാത്ത പോലെ ഒരു ഫീലിംഗ്. നിങ്ങൾക്കിങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ട് അതൊരു സുഖം. അതേസമയം എനിക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഓരോ പെൺകുട്ടികളെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ, അതിൻ്റെ കൂടെ ഇങ്ങനെ ചില ആൾക്കാരിങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കുമ്പോൾ അത് വിഷമം തന്നെ. അതിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹം എന്താ? എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്കുള്ളതിൽ നമ്മൾ തൃപ്തി കണ്ടെത്തണം. അതേസമയം നമുക്ക് ഇനിയും നേടാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പൈസ മാത്രമല്ല എന്നുള്ളതാണ്. ചില അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നത് പൈസ, സ്വന്തം കാര്യം, അത് തെറ്റ്. അമേരിക്കയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിലുണ്ടില്ല എന്ന് പറയുന്നില്ല, ഇവിടെ ഞാൻ കൂടുതൽ ജീവിച്ചുകൊണ്ട് ഞാൻ പറയാം, വോളണ്ടിയറിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്, ചാരിറ്റി പോലത്തെ തന്നെ ചെയ്യണമെന്നില്ല, വെറുതെ പോയി ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു വീട് വയ്ക്കുക, പല ഗ്രൂപ്പ്സ് ഉണ്ട്, വീട് വയ്ക്കുന്ന ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പിലൊക്കെ പോയിട്ട്, എൻ്റെ മോനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പിൽ പോയി നമ്മൾ ആ വീട് പണിയിൽ ഹെൽപ്പ് ചെയ്യുക. ശരിക്കും പൈസയൊന്നുമല്ല, ആ ചെയ്തു എന്നുള്ള സന്തോഷം. ഒരു അച്ഛനും അമ്മയും ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് പൈസ സമ്പാദിക്കുന്നത് പോലെ, കോളേജിലും സ്കൂളിലും പോയി പഠിക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള സന്നദ്ധത. ഇവിടുത്തെ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ഒരു നല്ല കാര്യമുണ്ട്. അതിനെ പറയുന്നത് സർവീസ് ലേണിംഗ് എന്നാണ് പറയുന്നത്. വോളണ്ടിയറിംഗ് ആണ്. അതായത് ഈ ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിൽ 40 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ സർവീസ് ലേണിംഗ് ചെയ്തിരിക്കണം, ഇത്രയും വോളണ്ടിയറിങ് ചെയ്തിരിക്കണം. എന്ത് നല്ല കാര്യമാണ്. ചിലർ പ്രാഗിയ ചെയ്യുക, എനിക്ക് 20 മണിക്കൂർ വേണേ, 20 മണിക്കൂർ ചെയ്യണേ. ചില കുട്ടികൾ അങ്ങനെയല്ല, 20 മണിക്കൂറും ചെയ്യും, 40 മണിക്കൂറും ചെയ്യും, അത് ഇഷ്ടപ്പെട്ടൊരു 50 മണിക്കൂറും ചെയ്യും. അതൊക്കെ അവരുടെ കോളേജ് ആപ്ലിക്കേഷന് വരെ നോക്കും. അതെന്ത് നല്ല കാര്യമല്ലേ, എന്ത് നല്ല കാര്യമാണ്. അതായത് ഒരു കുട്ടിയുടെ
ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ എ ഗ്രേഡുകളും അല്ലെങ്കിൽ സ്പോർട്സിലോ ഡാൻസിലോ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് കൂടെ നോക്കിയിട്ടാണ്. അത് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻസ്പയറിങ്, വെരി അപ്ലോഡബിൾ, വെരി മച്ച് അപ്ലോഡബിൾ that in the American system they have this thought that a child is growing up with not just the credentials to become a college student. He or she earns it through rounded development, character development. നമ്മൾ മുഴുവനായി ഒരു പേഴ്സൺ ആവുകയാണ്, കംപ്ലീറ്റ് റൗണ്ടഡ് എന്ന് പറയുന്നത്. അതിന് എഡ്യൂക്കേഷൻ വേണം, ബുദ്ധി വേണം, അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് വേണം, പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം, പിന്നെ ഓഫ് കോഴ്സ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ് ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള കാൽവയ്പ്. അത് നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യൻ പേരൻസ് എന്താ ചെയ്യുന്നറിയോ? അതെല്ലാം ചെയ്തതിൻ്റെ കൂടെ ഒരു 6 ആക്ടിവിറ്റീസ് അങ്ങ് ഇടും, ബാക്കിയുള്ള അമേരിക്കൻ കുട്ടികൾ കണ്ടിട്ട് അതുപോലെ. അതിൻ്റെ കൂടെ ആ ആക്ടിവിറ്റീസിൽ ഒരെണ്ണം മാത്രം ഭരതനാട്യം. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുക? ഒരു മൂക്കിട്ട് ഇക്ഷ വരയ്ക്കില്ലേ? അതാണ് എൻ്റെ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന വേറൊരു ചാലഞ്ച്. ചില കുട്ടികൾക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവരൊക്കെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഒരു 3-4 എണ്ണേ വെച്ചിട്ടുള്ളൂ. ചില കുട്ടികൾ 6, 7, 8 ആക്ടിവിറ്റീസ്. എന്നിട്ട് പറയാണ് അതിനകത്ത് ഭരതനാട്യം കൂടെ ചെയ്യാം. അതൊക്കെ കുറച്ച് കഷ്ടമല്ലേ, കുറച്ച് കൂടുതലല്ലേ? അവിടെയാണ് ഈ പെൺകുട്ടികൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. മെൻ്റൽ സ്ട്രഗിളാണ്. മോർ ദാൻ ദ ഫിസിക്കൽ സ്ട്രഗിൾ, ഇറ്റ്സ് മെൻ്റൽ സ്ട്രഗിൾ. അത് പേരൻസ് കണ്ടാൽ അത് തിരുത്തുന്നതാണ് ബുദ്ധി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ ഏതെങ്കിലും ഒരു മെഷീൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ അമേരിക്ക എന്നുള്ള രാജ്യത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ലോണിൽ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. അടുത്ത തവണ ഇതുപോലെ എൻ്റെ ഒരു നടത്തത്തിൽ കൂടുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. ശുഭരാത്രി. ഇനി അടുത്ത തവണ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.